എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഒരു വിയറ്റ്നാമി ഫുഡ് ഉണ്ടാക്കുന്നതിൻ്റെ വീഡിയോ ആണ്. അതിന് വേണ്ടിയിട്ട് കുറച്ച് റൈസ് നൂഡിൽസ് വേവിക്കാൻ വെച്ചിരിക്കുകയാണ്. വെള്ളം നല്ലപോലെ തിളച്ച ശേഷം നൂഡിൽസ് അതിലേക്ക് ഇട്ട് വേവിച്ചെടുക്കുകയാണ്. ഇതിപ്പോൾ വെന്തിട്ടുണ്ട്. ഇനി ഇതൊരു അരിപ്പയിലേക്ക് തട്ടി പൈപ്പിൻ്റെ വെള്ളത്തിൽ കാണിച്ച് നല്ലപോലെ അതിൻ്റെ സ്റ്റാർച്ചെല്ലാം ഒന്ന് കഴുകി കളയണം. എന്നിട്ട് ഡ്രൈ ആവാൻ വയ്ക്കുക. ഇനി ഇതിന് വേണ്ട ഒരു സോസ് ഉണ്ടാക്കണം. അതിന് വേണ്ടിയിട്ട് ഒരു സ്പൂണ് ഫിഷ് സോസാണ് എടുത്തിട്ടുള്ളത്. ഇത് സൂപ്പർ മാർക്കറ്റിലെല്ലാം വാങ്ങിക്കാൻ കിട്ടും ഫിഷ് സോസ്. ഇനി ഇതിലേക്ക് 2 സ്പൂണ് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഒരു പകുതി നാരങ്ങ നീരും കൂടി ചേർത്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. പുളി കുറവാണെങ്കിൽ കുറച്ചും കൂടി നാരങ്ങ നീര് ചേർക്കാവുന്നതാണ്. അതിന് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചൊന്ന് ലൂസാക്കി എടുക്കാം. ഈ സോസിൽ മുക്കിയാണ് ഈ ഡിഷ് കഴിക്കുന്നത്. അതുകൊണ്ട് ഇച്ചിരി കൂടുതലാക്കി എടുക്കാവുന്നതാണ്. ഇതിലേക്ക് ചെറുതായിട്ട് അരിഞ്ഞ വെളുത്തുള്ളി ചേർക്കണം. എത്രത്തോളം ചെറുതായിട്ട് അരിയോ അത്രയ്ക്കും നല്ലതായിരിക്കും. ഇതിനെ ഒന്ന് മിക്സ് ചെയ്ത് വയ്ക്കുക. ഒരു മണിക്കൂറെങ്കിലും മിക്സ് ചെയ്ത് വയ്ക്കണം. ഇനി ക്യാരറ്റ് ഇതുപോലെ ഒന്ന് ചീകിയെടുക്കാം. ശ്രിമ്പ് ഒന്ന് നന്നായിട്ട് ക്ലീൻ ചെയ്ത് അതിൻ്റെ തോടോടുകൂടി ഒന്ന് സ്റ്റീം ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. ചിക്കനും ക്ലീൻ ചെയ്ത് കട്ടാക്കി ഒന്ന് പുഴുങ്ങിയെടുക്കും. ഇതുപോലെ നൈസ് പീസായിട്ട് വേണം കട്ട് ചെയ്തെടുക്കേണ്ടത്. ഇപ്പോൾ ശ്രിമ്പ് റെഡി ആയിട്ടുണ്ട്. ഇനി ഒരു പാനിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുത്തു. കുറച്ച് വെളുത്തുള്ളി ഇട്ടു. കുറച്ച് ഒണിയനും കൂടി അരിഞ്ഞത് ചേർത്ത് കൊടുത്തു. ഇതൊന്ന് ഫ്രൈ ആയി വരുന്ന സമയത്ത് അരിഞ്ഞു വെച്ച ചിക്കൻ പീസും കൂടി ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇതിൽ വേറെ ഒന്നും ചേർക്കേണ്ട ആവശ്യമില്ല. ഇതിപ്പോൾ വെന്ത് കിട്ടിയിട്ടുണ്ട്. Thank you. For the pork, for the pork is cooking. It's only with the water. Okay. Yeah, you know. So shrimp is like with the steam, and with chicken you have to try and stir it. Okay. And with the pork that you really for cooking. Yeah. So pork. Do you want? Wait. I think. ഇതിപ്പം ഫോർക്ക് തിളച്ച വെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. അതിലേക്ക് കുറച്ച് ഉപ്പും ഇട്ട് ഒരു കഷ്ണം ഇഞ്ചിയും കൂടി അരിഞ്ഞ് ചേർത്ത് കൊടുക്കുകയാണ്. അതിലേക്ക് അലിഞ്ഞു വരുന്ന കൊഴുപ്പെല്ലാം കോരി മാറ്റി കൊടുക്കുക. ഇത് വെന്തോന്നറിയാൻ വേണ്ടിയിട്ട് സ്റ്റിക്ക് കൊണ്ടൊന്ന് കുത്തി നോക്കുമ്പോൾ സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ടെങ്കിൽ അത് വെന്തിട്ടുണ്ട്. ഇപ്പോൾ വെന്ത് പാകമായിട്ടുണ്ട്. അതിന് എടുത്ത് ഒരു പ്ലേറ്റിലേക്ക് മാറ്റി വയ്ക്കാവുന്നതാണ്. ഇനി ഇത് ക്യാരറ്റിലേക്ക് കുറച്ച് റൈസ് വിനെഗർ, ഇതും സൂപ്പർ മാർക്കറ്റിൽ വാങ്ങിക്കാൻ കിട്ടുന്നതാണ്. അതിലേക്ക് 2 സ്പൂണ് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. കുറച്ച് ഉപ്പ്, കുറച്ച് നാരങ്ങ നീര്. പുളിയും ഉപ്പും മധുരം നന്നായിട്ട് അതിൽ കിട്ടണം. കുറച്ച് വെളുത്തുള്ളി അരിഞ്ഞതും കൂടി ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് ക്യാരറ്റിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ ആ ക്യാരറ്റ് നന്നായിട്ടൊന്ന് ഇളക്കി ഒരു 10 മിനിറ്റ് വെച്ചേക്കണം. അപ്പോൾ ഈ ക്യാരറ്റിലേക്ക് ഈ പുളിയും ഉപ്പും എല്ലാം പിടിച്ച് നല്ല ടേസ്റ്റ് ആയിരിക്കും.
ആ സമയം കൊണ്ട് ശ്രിമ്പിൻ്റെ സ്കിന്നൊന്നെടുത്ത് മാറ്റാം. ഇത് സ്റ്റീം ചെയ്ത് വെച്ചതാണ്. എൻ്റെ സ്കിന്നെടുത്ത് മാറ്റി 1-2 കട്ട് ചെയ്തെടുക്കുകയാണ്. അത് ഒരു പ്ലേറ്റിലേക്ക് വെച്ചു. പിന്നെ ഇതിനാവശ്യമായിട്ടുള്ളത് കുറച്ച് സാലഡ് ലീവ്സാണ്. ഇത് സാധാരണ ചീരയും പാലക് ചീര അങ്ങനെ കുറേ ചീര ഐറ്റംസാണ്. അതെല്ലാം വാഷ് ചെയ്തെടുത്ത് ഇനി ഫോർക്ക് ഇതുപോലെ ഒന്ന് നൈസായിട്ട് അരിഞ്ഞെടുക്കണം. ഇത് മിൻറ്റ്, മല്ലിയില അതെല്ലാം ഒന്ന് വാഷ് ചെയ്തെടുത്തു. ഒരു പ്ലേറ്റിലേക്ക് ഇത് ശ്രിമ്പ്, ഫോർക്ക്, ചിക്കൻ എല്ലാം കൂടി പ്ലേറ്റിലേക്ക് എടുത്തു. ക്യാരറ്റും ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്. അതൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. നൂഡിൽസ് നേരത്തെ പുഴുങ്ങി വെച്ചത് കഴിക്കാൻ സമയത്ത് ഒന്നും കൂടി ചൂടാക്കി എടുക്കാം. അത് അടുപ്പത്ത് വെച്ച് ചൂടാക്കുകയോ ഓവനിൽ വെച്ച് ചൂടാക്കുകയോ ചെയ്യാം. ഇതിപ്പോൾ ഓവനിൽ 1 മിനിറ്റ് കൊടുക്കുകയാണ്. കഴിക്കുന്നതിന് ആവശ്യമനുസരിച്ച് മാത്രമേ ചൂടാക്കി എടുക്കുകയുള്ളൂ, മൊത്തത്തിൽ ചൂടാക്കില്ല. ഇനി ഇതൊരു റൈസ് പേപ്പറാണ്. ഇത് ആമസോണിലെല്ലാം വാങ്ങിക്കാൻ കിട്ടും. ഇത് റൈസ് പേപ്പർ. ഇത് ഒരു പാക്കറ്റിൽ തന്നെ 100 പീസ് ഉണ്ടാവും. ഇതിങ്ങനെ ചെറിയ ചൂട് വെള്ളത്തിൽ മുക്കി അതിൻ്റെ ഒരു സ്റ്റാൻഡുണ്ട്, അതിലേക്ക് വയ്ക്കുകയാണ്. ഈ സ്റ്റാൻഡ് ഇല്ലാത്തവർക്ക് സാധാരണ പ്ലേറ്റിൽ വെച്ച് ഉരുട്ടിയെടുക്കാവുന്നതാണ്. ഒന്ന് മുക്കി അതിലേക്ക് വയ്ക്കുക വേണ്ടു. ഇത് ഇപ്പോൾ നോർമലായിട്ട് ആ സോസിൽ എരിവേ ഉണ്ടാവുകയുള്ളൂ. കുട്ടികൾക്കും കൂടെ കഴിക്കുന്നതുകൊണ്ട്. ഇനി എരിവ് അധികം വേണമെന്നുള്ളവർക്ക് ചില്ലി സോസും കൂടി ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. ഒരു കുക്കുംബർ നൈസായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഈ സോസ് ഓരോ ബൗളിലേക്ക് എടുത്ത് ഈ ഡിഷ് മുക്കി കഴിക്കുകയാണ് ചെയ്യുന്നത്. ഇനി ഷീറ്റിലേക്ക് ആദ്യം ശ്രിമ്പ് വെച്ച് കൊടുക്കുകയാണ്. ഈ ശ്രിമ്പ് ആദ്യം വയ്ക്കുന്നത് ചുരുട്ടിയെടുക്കുമ്പോൾ ഒരു കളർഫുള്ളായിട്ടിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഇനി അതിൽ ലെറ്റ്യൂസ്, പുതിനയില, മല്ലിയില, സ്പിനാച്ച്, നൂഡിൽസ്, ചൂടാക്കി വെച്ച നൂഡിൽസിൻ്റെ ഒരു പീസ്, മീറ്റ്, ഏതെങ്കിലും ഒരു മീറ്റ് ആദ്യം വയ്ക്കൂ. ഇനി ഇതിലേക്ക് കുറച്ച് സ്പിനാച്ച്, കുക്കുംബർ, ക്യാരറ്റ് മീതെ വയ്ക്കുമ്പോൾ അത് ഇങ്ങനെ കടിച്ച് തിന്നുമ്പോൾ നല്ല ഒരു പുളിയും മധുരവുമായിട്ടുള്ള നല്ലൊരു ടേസ്റ്റാണ്. ഇനി ഇതൊന്ന് ടൈറ്റായിട്ട് മടക്കിയെടുക്കണം. എത്രത്തോളം ടൈറ്റായിട്ട് മടക്കിയെടുക്കാൻ പറ്റുമോ അത്രയും ടൈറ്റായിട്ട് വേണം മടക്കാൻ. ഇല്ലെങ്കിൽ ഇതൊന്ന് കടിക്കുമ്പോഴത്തേക്ക് അതെല്ലാം കൂടി ഇളകിപ്പോരും. ഇങ്ങനെ ടൈറ്റായിട്ട് എടുത്ത് കഴിക്കുമ്പോൾ അത് തീരെ ഇളകി വരില്ല. ഇതിന് നമ്മൾ തയ്യാറാക്കി വെച്ച സോസിൽ മുക്കി വേണം കഴിക്കാൻ. വളരെ ടേസ്റ്റിയും ഹെൽത്തിയും ഈസി ആയിട്ടുള്ള ഒരു ഡിഷാണ്. എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് കരുതട്ടെ. താങ്ക് യു.